ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽലെസ് റീഡിങ്ങുമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു തമാശയ്ക്കായിട്ട് നിങ്ങൾ എടുത്തൊരു റിലേഷൻഷിപ്പ് അല്ലായിരുന്നു. നിങ്ങൾക്ക് ആദ്യം സംസാരിച്ച ആ ഒരു ദിവസം മുതൽ തന്നെ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടും തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മാത്രമല്ല, ആ ഒരു പേഴ്സണും നിങ്ങളിൽ നിന്നും എല്ലാവരിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബും ഒരു എനർജിയും ഒരു കാംനെസ്സും ഒക്കെ ആ ഒരു പേഴ്സണും തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു അട്രാക്ഷൻ അതല്ലെങ്കിൽ ഇതേപോലുള്ളൊരു ഫീലിംഗ് എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു നേരത്തെ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതായിട്ടുള്ളൊരു ഫീലിംഗ്, അതായത് ഒരു സോൾ ലെവലിൽ നല്ല ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അയാൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളോട് ഡിസ്കസും ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇതെന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇത്, എനിക്ക് എന്തോ നല്ല പരിചയം തോന്നുന്നു, നമ്മൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ. അതായത് അയാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അയാൾ എപ്പോഴും എപ്പോഴും അതിന് നിങ്ങളും ഇതിനെപ്പറ്റി ഒക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ആ ഒരു കണ്ടുമുട്ടൽ എന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഒരു നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ, ഒരു എന്താ പറയുക, ഒരു ഇമാജിനേഷൻ, അതായത് ഫ്യൂച്ചറിനെ പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം, നിങ്ങൾ തമ്മിൽ കല്യാണം അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് രണ്ടുപേരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. ചിലപ്പോൾ അത് മറ്റു പേഴ്സൺ ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ മാരേജ് എന്ന ഒരു ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു, രണ്ടുപേരുടെ മനസ്സിൽ. പക്ഷെ അതുപോലെ തന്നെ ഇയാൾ എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഇയാൾക്കുള്ളിൽ ഒരുപാട് ഭയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെയും നഷ്ടപ്പെടുമോ എന്നൊക്കെ അയാൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതോർത്ത് ആ ഒരു പേടി, അതായത് ഞാൻ ഇനിയും നിങ്ങളെ സ്നേഹിക്കുവാണെങ്കിൽ നിങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഒരു പേടി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ഇതിലോട്ട് അറ്റാച്ച്ഡ് ആവും, എനിക്ക് ഭ്രാന്തമായി ഞാൻ വരുമോ എന്നൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു ഡിസ്റ്റൻസിലായിരിക്കാം, ഒരു സെപ്പറേഷനിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു വലിയൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ആവത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജി കട്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമവും കാര്യങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുണ്ട്. നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നോർത്തിട്ട് ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ നമ്മൾ ഫോണിൽ അല്ലെങ്കിൽ മെസ്സേജസ്, നിങ്ങളുടെ പഴയ ചാറ്റ്സ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽസ് ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ആ ഒരു വ്യക്തിനെ കണക്ട് ചെയ്യണമെന്ന് ഇപ്പോഴത്തെ ഒരു എനർജി ഷിഫ്റ്റിന് നിങ്ങൾക്കും വളരെ നല്ലതുപോലെ തോന്നാറുണ്ട്. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ ദേഷ്യം അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. മനസ്സിലായോ? കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരും സ്പ്ലിറ്റ് ആയാലും സെപ്പറേറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുക, കുത്തുവാക്കുകൾ പറയുക, അങ്ങനെയുള്ള പല പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരു എനർജിയൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നില്ല. അതായത് ചിലപ്പോൾ ഏത് തരത്തിലാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ജനറലി ഉള്ള കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും മൂവ് ഓൺ ചെയ്തു, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകളൊന്നും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മൂവ് ഓൺ ചെയ്തു പോകുകയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ മൈൻഡിനെ വിശ്വസിപ്പിച്ചിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കറക്റ്റ് അല്ല. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ അതല്ലെങ്കിൽ ഈ ഒരു എനർജിയിൽ നിന്നോ പൂർണ്ണമായിട്ടും മാറിപ്പോയിട്ടില്ല.
പിന്നെ ഇതിൻ്റെ അകത്തൊരു നല്ലൊരു ടെലിപതി ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വ്യക്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരെയധികം എന്താ പറയാ ഒരു ഇറിറ്റേഷൻ അല്ല, അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? ആ ഒരു എനർജീൻ്റെ നിങ്ങൾ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ സെയിം ടൈം അവർക്കും ആ സെയിം ഇത് വരുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അതായത് നിങ്ങളെ കാണണം, നിങ്ങളെ എടുക്കണം എന്ന അങ്ങനത്തെ ഒരു അസ്വസ്ഥമായിട്ടുള്ള ഒരു അവസ്ഥ ആ ഒരു പേഴ്സൺ ഇനി വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പെട്ടെന്ന് ആ ഒരു വ്യക്തിയും ആ ഒരു എനർജിയുടെ ഫ്ലോ കൊണ്ട് നിങ്ങളെയും പെട്ടെന്ന് ആ ഒരു വ്യക്തി ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആ ഒരു വ്യക്തിനെ ഓർക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഓർക്കുമ്പോൾ ആ പേഴ്സൺ ഉണ്ടാവുന്ന സെയിം ഇത് തന്നെ ആ പേഴ്സൺ നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയുടെ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതുണ്ട്. അപ്പോൾ അത് മേ ബി നിങ്ങൾക്കായിരിക്കാം, അതല്ലെങ്കിൽ അവർക്കായിരിക്കും, രണ്ടുപേർക്കും ഒരേപോലെ ആകാം. അപ്പോൾ ആ ഒരു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ വാക്കാലെ നിങ്ങൾ അയാളെ കുറ്റപ്പെടുത്താനോ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാനോ എന്നും നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മൂവ് ചെയ്തു പോയി എന്ന രീതിയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാർഡ്സ് കിട്ടിയതിൻ്റെ അകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ആണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഇതിപ്പോൾ നമുക്ക് രണ്ടുപേരും ഒരു എനർജി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും വിഷമങ്ങളുണ്ട്, രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ കാര്യമോർത്ത് കരയാറുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോലും പൂർണ്ണമായിട്ടുള്ളൊരു സ്റ്റോറീസും കാര്യങ്ങളും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. രണ്ടുപേരും ഞങ്ങൾ സ്ട്രോങ് ആണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് പുറത്ത് ആൾക്കാരെ കാണിക്കുന്നു. പക്ഷെ ഉള്ളിൽ വളരെയധികം ഹാർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ. അപ്പം ആ ഒരു ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എല്ലാത്തിൽ നിന്നുമൊക്കെ അകന്ന് മാറി ലൈഫിനെ കംപ്ലീറ്റ്ലി നിങ്ങളെ തന്നെ അറിയാൻ, നിങ്ങളുടെ ലൈഫ് പേർപ്പസിനെ പറ്റി അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്ന അതിലോട്ട് കൂടുതൽ പോവുക. അതല്ലെങ്കിൽ ആൾക്കാരെ ചുമ്മാ ഒന്നില്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ മറ്റുള്ളവർ വഴി പോകുന്ന ആൾക്കാരാരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അങ്ങനെ സഹായിക്കുക. അങ്ങനെയുള്ള കുറേ സഹായം, അതായത് എംപാത്ത് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രത്യേക ഒരു സുഖവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫ് പേർപ്പസിലോട്ട് എത്താൻ വേണ്ടിയുള്ള ആ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പം അതിലോട്ട് ചെല്ലാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ട്. അപ്പം എൻ്റെ പാത്ത് ഇതാണോ, അല്ലെങ്കിൽ ഇതേപോലെ ട്രാവൽ ചെയ്യണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ ആ ജോലി മാറ്റിയിട്ട് ഞാനിനി വേറെ കുറച്ചുകൂടെ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൈസയല്ല പറയുന്നത്, നിങ്ങളുടെ സമാധാനം കിട്ടുന്ന തരത്തിൽ ഉള്ളൊരു ജോലി, മനസ്സിലായി? അപ്പം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പഠിത്തം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാൻ, ഈവൻ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോകാനോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളെ തന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി? അത് ഇവിടുത്തെ എനർജി മാത്രമല്ല, ആ ഒരു പേഴ്സണും അതേപോലെ തന്നെ ഒരു ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതൊരു ലൈഫ് ലെസൺ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ലെസണിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പോസിറ്റീവ് നെഗറ്റീവ്സിനെ തമ്മിൽ വേർതിരിച്ചെടുത്ത് അത് നിങ്ങൾക്ക് പഠിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇനി ഫ്യൂച്ചറിൽ അത് അപ്ലൈ ചെയ്യാനും ഇനി എങ്ങനെയൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാനും മറ്റുള്ളവർ അതിലൂടെ എങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നും ഒക്കെ നിങ്ങൾ ആലോചിച്ച് പോകുന്ന ഒരു ടൈമാണ് ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈഗോ ഉണ്ടായിരുന്നു. മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഈഗോ ഉണ്ട്. അപ്പോൾ ഈഗോയൊക്കെ ഇപ്പോൾ പതുക്കെ അലിഞ്ഞു പോകുന്നൊരു അവസ്ഥയിലാണ്. ഇപ്പോൾ വളരെ സൈലൻറ്റും വളരെ സ്ലോ ആയിട്ടൊക്കെ ഈഗോയൊക്കെ നിങ്ങളുടെ കൂടെ ഇതിലോട് ഭാഗമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്താണോ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു കാര്യങ്ങളും അതൊക്കെ അവിടെ തന്നെയുണ്ട്. അതല്ലാതെ നെഗറ്റീവായിട്ടുള്ള വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും
പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്രയൊക്കെ എന്താ പറയുക, ഞാൻ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു പവറുണ്ട്, അതല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട്. അതൊരു ഈഗോ കൊണ്ടിട്ടുള്ളൊരു ഇതല്ല. നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കുറച്ച് തീരുമാനങ്ങളും കുറച്ച് സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊന്നും നിങ്ങൾ താഴെ പോകുന്നില്ല, മനസ്സിലായോ? അതല്ലാതെ നമുക്ക് വന്നിട്ടുള്ള എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളിൽ ഇപ്പോൾ ഒരു സോളിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കഴിഞ്ഞിട്ട് വന്നവരായിരിക്കാം ചിലപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു മൈൻഡിനെയും സോളിനെയും ഒക്കെ കാമാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് രീതിയിലോട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയപ്പോൾ ചിലപ്പോൾ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം. പിന്നെ രണ്ടുപേർക്കും ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പോ അങ്ങനെയല്ല, എന്ത് ചെറിയൊരു ഇതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളായിരിക്കും അങ്ങോട്ട് വിളിക്കാതിരുന്നാൽ അവരെ ഇങ്ങോട്ട് വിളിക്കാതിരുന്നപ്പോൾ ചിലപ്പോൾ അവർക്ക് വേറെ റിലേഷൻഷിപ്പോ അതല്ലെങ്കിൽ അവർ ചിലപ്പോൾ ജോലിയായിട്ട് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അങ്ങനെ നിങ്ങളെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് ഈഗോ കൊണ്ടൊക്കെ ചിലപ്പോൾ ഡിസ്റ്റൻസിലായപ്പോൾ റിലേഷൻഷിപ്പും ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാനും പിന്നെ ഈ ഒരു എനർജി വെച്ച് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിലുള്ളൊരു ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മിറർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാർഡ്സിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലാലും നിങ്ങൾ രണ്ടുപേരും മിറർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ഒരു ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ്സ് അതുപോലെ തന്നെ ട്വിൻ സോൾ എനർജിയാണ്, മനസ്സിലായോ? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലിവിടെ മാസ്കുലിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയമുണ്ട് നിങ്ങളെ ചൂസ് ചെയ്തതിൽ. കാര്യം എന്ന് വെച്ചാൽ ഭയം അതിനല്ല, നിങ്ങളെ അവർക്ക് ഉള്ളിൽ വളരെയധികം ഇഷ്ടമുണ്ട്. പക്ഷെ അറിയാലോ ആ ഒരു പാറ്റേൺ, ട്വിൻ സോളിൻ്റെ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നോർമലി മാസ്കുലിന് ഒരു ഭയവും കാര്യങ്ങളും ഉണ്ടാകും. കാരണം വെച്ചാൽ അവരുടെ ഉള്ളിലെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യാൻ തുടങ്ങുന്നു. അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അയാൾ അറിയാതെ തന്നെ അയാളല്ല ആ ഒരു മാസ്കുലിൻ എനർജി അറിയാതെ തന്നെ ഭയവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയിലും ഒരുപാട് പ്രോബ്ലംസ്, മനസ്സിലായ ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ്. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള പേഴ്സണെ കാർമിക്കാണ് കൂടെ ഉണ്ടെങ്കിൽ ആ കാർമിക വഴി ഒരുപാട് അവരുടെ സോൾ ലെവലിലോട്ട് പോകാനുള്ള ആ ഒരു സോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ട്രിഗറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മേ ബി നിങ്ങൾക്കും മിററിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊണ്ട് കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് നിങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള ആരാണ്, മേ ബി പാരൻസ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ആരും ആയിരിക്കാം. അപ്പോൾ കാർമിക്കിൽ നിന്നും നിങ്ങളും എന്തൊക്കെയോ ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരുപാട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് കിട്ടുന്നുണ്ട്, മനസ്സിലായോ? നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ലൈഫ് പേർപ്പസിലോട്ട് എത്താൻ വേണ്ടി മറ്റുള്ള സോളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ചെയ്യുന്നത്. അപ്പോൾ അവരും ഈ ഒരു നമ്മുടെ ലൈഫ് പേർപ്പസിലോട്ട് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ചുറ്റുവട്ടമുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലംസ് മേ ബി കോളേജ്, സ്കൂൾ, ഓഫീസ്, വീട്ടിൽ എല്ലായിടത്തും നിങ്ങൾക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്, ചെറിയ ചെറിയ പണികൾ. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമാധാനമില്ലാത്ത രീതിയിലൊക്കെ എവിടെന്നെങ്കിലൊക്കെ പണികളൊക്കെ നിങ്ങൾക്കും അവർക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ആയതുകൊണ്ട് നിങ്ങളുടെ പർപ്പസിലോട്ട് എത്തണം. അതിനുവേണ്ടി മാക്സിമം യൂണിവേഴ്സ് നിങ്ങളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾ മുന്നോട്ട് വീണ്ടും വീണ്ടും പോവുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ പറ്റിയും അതുപോലെ ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, എന്നെ ആർക്കും ഇഷ്ടമില്ല, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആരും എന്നെ ഇഷ്ടപ്പെടാനില്ല, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ ഒരു ട്വിൻ സോൾ ജേർണിയിൽ ഉണ്ടാകുന്ന എല്ലാ തരം ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, ഒരിക്കലും നിങ്ങളുടെ മാസ്കുലിൻ ഇങ്ങോട്ടോ നിങ്ങളെ സ്നേഹിക്കത്തില്ല. നിങ്ങളെ തന്നെ സെൽഫ് ലവ് കൊടുത്തിട്ട് നിങ്ങൾ പൊക്കിക്കൊണ്ടുവരിക. നിങ്ങൾ എവിടെ നിന്ന് എന്താണ് സ്നേഹം പ്രതീക്ഷിക്കുന്നത് ആ സ്നേഹം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കൊടുക്കുക. അങ്ങനെ നിങ്ങളിലോട്ട് വരിക വേണ്ടിയാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരേണ്ട ഒരു കാര്യം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മൾ സറണ്ടറിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ
ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഗ്രാജ്വലി മാസ്കുലിൻ എനർജി അതേപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യും. പിന്നെ കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു എനർജി ഫ്ലോ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സണും സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് സംസാരിച്ച് ട്രിഗറിങ് ഉണ്ടാവും. അത് സാധാരണ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നോർമലി സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് സന്തോഷമല്ലേ. ഇപ്പോൾ ചീറ്റിംഗ് മോഡിലായിട്ടുള്ള ആൾക്കാരാണ് ഓക്കെ അങ്ങനെ. പക്ഷേ ട്വിൻ സോൾ എനർജി എന്ന് വെച്ചാൽ സോൾ ലെവലാണ്, എനർജറ്റിക് കണക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവത്തില്ല. എങ്കിൽ പോലും ആ ഒരു പേഴ്സൺ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പറയണമൊന്നുമില്ല, ആ ഒരു ട്രിഗറിങ് ഉണ്ടാവും. നിങ്ങൾക്കും ഉണ്ടാവും, അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ പേടിച്ചിട്ടും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ സൈലന്റ് ആയിരിക്കും. എന്തിനാണ് ഞാൻ വെറുതെ അവിടെ പോയി പണി വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് എനിക്കിങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് എന്നൊക്കെ തോന്നും മാസ്കുലിന്. അപ്പോൾ ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്തിരിക്കുന്നത്. അതായത് മിണ്ടുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത് എന്നൊരു മോഡിലോട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മാസ്കുലിൻ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ അഡിക്റ്റീവാണ്. രണ്ടുപേർക്കും നല്ല രീതിയിൽ അഡിക്ഷനും കാര്യങ്ങളും ഉണ്ട്. ഒബ്വിയസ്ലി ഇതൊരു ട്വിൻ സോൾ ജേണി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം എടുത്താലും മൊത്തം ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ, ഒരു സമാധാനമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാം നോർമലായിട്ട് പോകും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിനൊരു കൺട്രോൾ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒന്നും നടക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു കാര്യം മാത്രം ഇങ്ങനെ 24 hours ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരോടൊക്കെയോ നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങളുടെ മൈൻഡ് ഇവിടെ ഇല്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു, നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ബിസി ആയിരിക്കുന്നു ഇതൊക്കെ മറക്കാനും എടുക്കാനും വേണ്ടി. പക്ഷേ ഇതെപ്പോഴും ഇങ്ങനെ 24 hours എത്രയൊക്കെ ബിസി ആണെങ്കിലും സോൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എത്രയൊക്കെ അകലാൻ ശ്രമിച്ചാലും വീണ്ടും നിങ്ങളെ യൂണിവേഴ്സ് അവിടെ പിടിച്ച് ആ ഒരു എനർജിയിലോട്ട് വീണ്ടും വലിച്ചുകൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല രീതിയിൽ എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ളൊരു ബോണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇപ്പം നിങ്ങളുടെ കൂടെയുള്ള പാർട്ട്ണറാണെങ്കിൽ ഒരു കാമിക് ബോണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ട്വിൻ സോൾ, അതുപോലെ തന്നെ ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് വിട്ടുകളയാൻ, അതല്ലെങ്കിൽ അതിനെ ആ ഒരു രീതിയിലോട്ട് കളഞ്ഞ് പോയിട്ട് വേറൊരു ലൈഫ് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു രീതിയിലോട്ട് പോകാനോ നിങ്ങളെ കൊണ്ട് പറ്റാത്തത്. കാര്യം എന്ന് വെച്ചാൽ ഇത് പാസ്റ്റ് ലവ് അല്ലെങ്കിൽ പാസ്റ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് നമുക്ക് കാണിച്ചു തന്നെന്ന് വെച്ചാൽ, നിങ്ങളിത് എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നു, അതല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? എനിക്ക് വേണം, എനിക്ക് ആ ഒരു എനർജി എൻ്റെ കൂടെ വേണം. ഇപ്പൊ നിങ്ങൾ വെളിയിൽ വളരെ ഓക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്കുള്ളിൽ എനിക്ക് വേണം, എന്താണ് എന്നെ വിളിക്കാത്തത്, അല്ലെങ്കിൽ എവിടെ ടാരോ റീഡിങ് കേട്ടാലും അതല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താലും ഇപ്പൊ വരും, ഇപ്പൊ വിളിക്കും എന്നൊക്കെ പറയുമ്പോൾ ട്വിൻ സോൾസിനോടും ആണ് പ്രത്യേകിച്ചും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നു, മനസ്സിലായി, നമ്മൾ എത്രത്തോളം കൂടുതൽ പിടിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം ഈ സാധനം നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എനർജീനെ അങ്ങ് റിലീസ് ചെയ്യുക. അതെങ്ങോട്ടാണോ പോകണമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോവുക. ആ ഒരു എനർജീനെ മാത്രം ഫീൽ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തോട്ട് വരികയും നിങ്ങൾക്ക് ആ ഒരു ഭ്രാന്തമായ ചിന്തകൾ കുറയും. അപ്പോൾ ഇതിനെ റിലീസ് ചെയ്ത് നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ സമാധാനം കിട്ടും. കുറേ എനർജി വൈസ് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ കൂടുതൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലോട്ട് പോവുക, നിങ്ങളുടെ ലൈഫ് പർപ്പസിലോട്ട് പോവുക. ഇത് വരണം, ഇതെടുക്കണം എന്നൊരു ചിന്ത തന്നെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാംനെസ് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പേഴ്സൻ്റെ എനർജിക്കും ഷിഫ്റ്റ് ഉണ്ടായിട്ട് അവരും നിങ്ങളെ പറ്റി ചിന്തിക്കാനും അതുപോലെ തന്നെ നിങ്ങളിലോട്ട് കണക്ട് ചെയ്യാനും ആഗ്രഹിക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് നിങ്ങളെ ശരിക്കും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വെച്ചാൽ നിങ്ങളെ പണിഷ് ചെയ്യാൻ വേണ്ടിയല്ല. ഈ ഒരു റിലേഷൻഷിപ്പിനെ റീബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ നല്ല സ്ട്രോങ്ങും ബോൾഡുമായിട്ടുള്ള നിങ്ങളുടെ സോൾ എന്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു രീതിയിലോട്ട് പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അതായത് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഇല്ലാതെ കൊണ്ട് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അപ്പോൾ
അതായത് നിങ്ങളൊട്ടും ഹീൽഡ് അല്ല രണ്ട് വേർഷൻസും. അപ്പോൾ അതുകൊണ്ടാണ് ട്വിൻ സോൾസിൽ ഈ ഒരു സോള് തിരിച്ച് നിങ്ങളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കും ട്രിഗറിങ്ങും അവർക്കും ട്രിഗറിങ്ങും മൊത്തം കച്ചറ കാര്യങ്ങൾ പറയണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ മൊത്തം ബഹളങ്ങളും കാര്യങ്ങളും അവർക്കും ഉണ്ടാവുന്നത് അത് ഹീൽഡ് അല്ലാത്ത വേർഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് സോൾസും ഹീൽഡ് ആയി കഴിയുവാണെങ്കിൽ ഇതെല്ലാം നോർമൽ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് അതല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഹീലാവുന്നതനുസരിച്ച് ആ ഒരു പേഴ്സണും ഹീലാവും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നർ വർക്ക് ചെയ്യുക, ഷാഡോ വർക്ക് ചെയ്യുക, ട്വിൻ ഫ്ലെയിം ഹീലിംഗ് എടുക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യുക. അതിന് താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി നിങ്ങൾ ട്വിൻ സോൾ എനർജീനെ ഹീൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു രീതിയിൽ വരുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ഹീൽഡ് വേർഷനായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ നമ്മളുടെ ഹയർ അതിൽ ഫെമിനൻ എനർജി ഹയർ ലെവലിലോട്ട് പോകും. അപ്പോൾ പിന്നെ നിങ്ങളൊരു സറണ്ടർ മോഡിലോട്ടാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനും ഈവൻ ട്വിൻ സോളിനെ ആണെങ്കിലും ഇപ്പോൾ ഫെമിനൻ എനർജിയാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫെമിനൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ജേർണിയിലോട്ട് പോകത്തുള്ളൂ കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പിന്നെയും ഇത് അകലാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ഹയർ ലെവലിലോട്ട് പോയി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഹീൽഡ് അല്ലാത്ത വേർഷൻ ചിലപ്പോൾ കല്യാണം കഴിക്കണം കൂടെ വേണമെന്നാണ് ആഗ്രഹിക്കണമെങ്കിൽ ചിലപ്പോൾ ഹയർ ലെവലിലോട്ട് ഹീൽഡ് ആയിട്ടുള്ള വേർഷൻ ചിലപ്പോൾ അങ്ങനെ ആവില്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ താഴെ ഒരു 10 സ്റ്റെപ്പ് ഉണ്ട് ഏറ്റവും താഴത്തു നിന്ന് ആഗ്രഹിക്കുന്നത് ആവില്ല നമ്മൾ ഏറ്റവും മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ആഗ്രഹിക്കുന്നത്. ഹീൽഡ് ആയിട്ടുള്ള ഹയർ ലെവലിലോട്ട് നമ്മൾ വന്നിരിക്കും. അപ്പം നമ്മുടെ ചിന്തകളും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടും എല്ലാം മാറും, മനസ്സിലായി. അപ്പോൾ എന്താണോ നിങ്ങളുടെ ആ ഒരു ഫെമിനൻ ഹയർ ഇതിലുള്ള ആ ഒരു ഫെമിനൻ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലോട്ട് ഈ റിലേഷൻഷിപ്പ് വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സറണ്ടറിലോട്ട് വരാൻ വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ ഹീൽ ചെയ്യുക, നിങ്ങൾ വെറുതെ ആ ഒരു പേഴ്സണെ ഓർത്തു അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതൽ അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഇതൊരു ട്വിൻ സോളും അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഈ ഒരു പേഴ്സണൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അവർ വരും നമ്മുടെ ജീവിതത്തിലോട്ട്. അപ്പോൾ ഇപ്പോഴുള്ളൊരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വരുമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിങ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.